എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വചനഭാഗമാണ്. ഈ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ബൈബിൾ എടുത്തു വെച്ച് പ്രിയപ്പെട്ടവർ പരിശോധിക്കുക. പാപം ചെയ്ത മനുഷ്യനോട് ദൈവത്തിൻ്റെ പ്രതികരണം, അതിനോട് ചേർന്ന് അതിനോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം, ഇത് രണ്ടും നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാം. മനുഷ്യൻ പാപം ചെയ്തു, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു, ദൈവത്തെ അവിശ്വസിച്ചു. ഇത്രയെല്ലാം കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും മനുഷ്യനെ ദൈവം തള്ളിക്കളയുന്നില്ല എന്നത് എത്ര അതിശയകരമായ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ആ മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ അന്വേഷിച്ച് മടങ്ങി വരാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നതാണ് ആദമിൻ്റെ ചരിത്രം നമ്മളോട് പറയുന്നത്. മറിച്ച് തന്നെ അവിശ്വസിക്കുകയും തൻ്റെ പ്രമാണങ്ങളെ ലംഘിക്കുകയും ചെയ്ത തൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടിയായ മനുഷ്യനെ തള്ളിക്കളയാതെ അവൻ്റെ പിന്നാലെ വീണ്ടും അവനെ അന്വേഷിച്ചു വരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഈ വാക്യങ്ങളിൽ കാണാം. ദൈവം മനുഷ്യനെ തിരഞ്ഞു വരികയാണ്. അവനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, മനുഷ്യ, ആദമേ, നീ എവിടെയാണ്? ദൈവത്തിന് ആദം എവിടെയാണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, എങ്കിലും ദൈവത്തിൻ്റെ ആ സ്നേഹമാണ് ആ വാക്കുകളിൽ നമ്മൾ കാണുന്നത്. പാപത്തിൻ്റെ കുറ്റബോധവും പേറി സ്വയം ഒരുക്കിയ ഒളിത്താവളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ അന്വേഷിച്ചു വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വന്നു. മനുഷ്യൻ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നഗ്നനാകൊണ്ട് തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടപ്പോൾ ഞാൻ ഒളിച്ചു എന്ന് പറയും. ദൈവം ചോദിക്കുന്നു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം, ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ? നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു എന്നൊരു ചോദ്യം. 2, തിന്നരുത് എന്ന് പറഞ്ഞ ആ വൃക്ഷഫലം നീ തിന്നുവോ? ഇതൊന്നും ദൈവത്തിന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുന്നതല്ല. ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ എന്നതിനേക്കാൾ മനുഷ്യൻ്റെ ഉള്ളിൽ ചില അവബോധങ്ങൾ ഉണ്ടാക്കുവാനുള്ള ചോദ്യങ്ങളാണ്. അതായത് ഇവിടെ ആദമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പാപത്തെക്കുറിച്ച് ആദം ചിന്തിക്കണമെന്നും ദൈവം മുമ്പാകെ അവൻ്റെ തെറ്റുകൾ ഏറ്റുപറയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതിനുള്ള സമയം ദൈവം കൊടുക്കുകയാണ്. ഇതുപോലെ പലപ്പോഴും ദൈവം പല ചോദ്യങ്ങൾ മനുഷ്യരോട് ചോദിച്ചിട്ടുണ്ട്. യാബോക്ക് കടലിൽ വെച്ച് യാക്കോബിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താകുന്നു എന്ന്. അതിന് കാരണമുണ്ട്. ഇതിനു മുന്നമേ അപ്പൻ പേര് ചോദിച്ചപ്പോൾ അവൻ ഏശാവെന്നാണ് പറഞ്ഞത്. അവൻ്റെ ആ തെറ്റ് സമ്മതിക്കുവാനുള്ള ഒരു അവസരം, ദൈവം മുമ്പാകെ വാസ്തവത്തിൽ താൻ എന്താണ് എന്ന് ഏറ്റുപറയാനുള്ള ഒരു അവസരം ദൈവം അവന് കൊടുത്തു. അവൻ യാക്കോബാണ് എന്ന് സമ്മതിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ദൈവം ആദമിന് ഒരു അവസരം കൊടുക്കുകയാണ്. ആദമിൻ്റെ ജീവിതത്തിൽ വന്ന ആ തെറ്റ് ഒന്ന് ഏറ്റുപറയുവാൻ, ദൈവത്തോട് രമ്യപ്പെടുവാനുള്ളൊരവസരം. പക്ഷേ മനുഷ്യൻ ചെയ്യുന്നത്, ആ പാപം ഏറ്റുപറയുന്നതിന് പകരം നീ എനിക്ക് തന്ന സ്ത്രീ പഴം പറിച്ചു തന്നു, ഞാൻ കഴിച്ചു എന്ന് പറയുക. സ്വന്തം പാപത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് മനസ്സില്ലാതെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മറ്റുള്ളവരുടെ തലയിലേക്ക് അതിൻ്റെ പഴിചാരി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആ സ്വഭാവം നമുക്കിവിടെ കാണാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. ഒരു പാപം ചെയ്തു, ഒരു തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ 99% മനുഷ്യരും ചെയ്യുന്നത്, അത് എൻ്റെ സാഹചര്യങ്ങൾ കാരണം ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞ് സാഹചര്യങ്ങളെ പഴി പറയുന്നു. അല്ല, എൻ്റെ ഭാര്യ കാരണമാണ് എന്ന് ഭർത്താക്കന്മാർ പറയുന്നു. അല്ല, എൻ്റെ ഭർത്താവ് കാരണമാണ് എന്ന് ഭാര്യ പറയുന്നു. മാതാപിതാക്കൾ കാരണമാണെന്ന് മക്കളും, മക്കൾ കാരണമാണെന്ന് മാതാപിതാക്കളും പറയുന്നു. സഭയിലെ നേതൃത്വം കാരണമാണെന്ന് വിശ്വാസികളും, വിശ്വാസികൾ കാരണമാണ് എന്ന് നേതാക്കളും പറയുന്നു. പരസ്പരം പഴിചാരി സ്വന്തം പാപത്തെ മറയ്ക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ പാഴ്ശ്രമങ്ങൾ നമുക്കിവിടെ കാണാം. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം മുമ്പാകെ ഏറ്റവും യോഗ്യമായിട്ടുള്ള കാര്യം, പാപം ചെയ്യുന്ന മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, ഞാൻ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോട് കണക്ക് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരായ ആളുകളാണ്, കടപ്പെട്ട ആളുകളാണ്, നാം സൃഷ്ടികളാണ്.
നമ്മെ സൃഷ്ടിച്ച ദൈവം ഒരിക്കൽ നമ്മോട് കണക്ക് ചോദിക്കും. ആദമിനോട് കണക്ക് ചോദിച്ചതുപോലെ നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് ദൈവം കണക്ക് ചോദിക്കും. എന്നാൽ നമുക്കുള്ള ഏറ്റവും വലിയ ആശ്വാസം, നാം ദൈവത്തോട് തെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ കാൽവരിയിലെ ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു ഒഴുക്കിയ ആ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ കാൽവരി യാഗത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ദൈവം തയ്യാറാണ് എന്നതാണ്. നമുക്കാവശ്യം റെക്കൺസിലിയേഷനാണ്, നമുക്കാവശ്യം രമ്യപ്പെടലാണ്, നിരപ്പാകലാണ്. പാപം ചെയ്താൽ ദൈവത്തോട് രമ്യപ്പെടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിനായി ദൈവം മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ദൈവം മുമ്പാകെ സമ്മതിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ അവഗണിക്കുവാൻ ദൈവസ്നേഹത്തിന് കഴിയുകയില്ല. ഇങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ നടത്തുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരെ പഴിചാരി നമ്മുടെ കുറ്റം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒന്നാമത് നഷ്ടപ്പെടുന്നു, സഹജീവികളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. ഇവിടെ ആദമിന് ഹവ്വയുമായിട്ടുള്ള ഒരു നല്ല ബന്ധം നഷ്ടപ്പെടുന്ന സാധ്യത നമുക്ക് കാണാം. കാരണം എൻ്റെ തെറ്റിന് ഉത്തരവാദി ഈ സ്ത്രീയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള ബന്ധവും വഷളാകും. അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതിൻ്റെ മുറിവുകൾ ഹൃദയത്തിലുണ്ടാകും. അതിൻ്റെ വേദനകൾ അനുഭവിച്ച് അവർ പിന്നീട് ജീവിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക്, പാപങ്ങളുടെ പഴി മറ്റുള്ളവരിലേക്ക് ചാരുമ്പോൾ നമ്മൾ എത്തിപ്പെടുകയാണ്. എന്നാൽ അതിലേക്ക് എത്രയോ എളുപ്പമാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ, ആ പാപങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് കഴിയുക എന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഈ പാപത്തിൻ്റെ കുറ്റം മറ്റുള്ളവരിലേക്ക് ചാർത്തുക എന്നത്. ഉത്കണ്ഠ ലഘൂകരിക്കുവാനുള്ളൊരു മാർഗം മനസ്സങ്ങനെയാണ്. മനസ്സിനൊരിക്കലും ആങ്സൈറ്റി ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഒരു ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ ലഘൂകരിക്കുവാനായിട്ട് മനസ്സ് ശ്രമിക്കും. പാപം ചെയ്ത മനുഷ്യൻ ശരിയായ രീതിയിലല്ല അത് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ശരിയായ രീതി, പാപത്തിൻ്റെ കുറ്റബോധം, അതുണ്ടാക്കുന്ന ആങ്സൈറ്റി, ഉത്കണ്ഠ മാറ്റുവാനുള്ള ഏറ്റവും നല്ല മാർഗം ദൈവം മുമ്പാകെ പാപങ്ങൾ സംബന്ധിച്ച് ഏറ്റുപറയുന്നതാണ്. ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹം അനുഭവിക്കുവാൻ തീർച്ചയായും ഏറ്റുപറയുന്ന ഒരു മനുഷ്യന് ഇടയായിത്തീരും. നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ ദൈവം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമ്മളോട് പറയുകയാണ്. പാപങ്ങളെ മറച്ചു വയ്ക്കാതെ ദൈവം മുമ്പാകെ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കുവാൻ, സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക്, ദൈവവുമായുള്ള സമാധാന ബന്ധത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.